नमो नारायणाय। ओम शन्नो मित्रः शं वरुणः शन्नो भवत्वर्यमा शन्न इन्द्रो बृहस्पतिः शन्नो विष्णुरुक्रमः। नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम्। ओम शांति शांति शांति। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ओम यच्छन्दसा मृषभो विश्वरूपः छन्दोभ्योऽधिमृतात् सम्बभूव समेन्द्रो मेधया स्पृणोतु अमृतस्य देवधारणो भूयासं शरीरं मे विचर्षणं जिह्वा मे मधुमत्तमा कर्णाभ्यां भूरि विश्रुवं ब्रह्मणः कोशोऽसि मेधया पिहितः श्रुतं मे गोपाय। ॐ शान्तिः शान्तिः शान्तिः। ॐ अहं वृक्षस्य रेरिव कीर्तिः पृष्ठं गिरेरिव ऊर्ध्वपवित्रो वाजिनी वा सुमृतमस्मि द्रविणगुं सवर्चसं सुमेधा अमृतोक्षितः इति त्रिशङ्गोर्वेदानुवचनम्। ॐ शान्तिः शान्तिः शान्तिः। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्तिः शान्तिः शान्तिः। ഇന്നലെ നമ്മള് മംഗളശ്ലോകം, അതായത് ടീക്കയുടെ മംഗളശ്ലോകം തുടങ്ങിയിരുന്നു. യേന ആത്മനാ പരേണ ഈശാ അശേഷതഃ വിശ്വം വ്യാപ്തം സോ അഹം ദേഹദ്വയീ സാക്ഷി വർജിതോ ദേഹ തദ്ഗുണൈഹി. ഇത് അന്വയിക്കുന്നതിന് മുന്നേ ജീവന്റെ സ്വരൂപത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ചിലയിടത്ത് നമ്മള് അവിദ്യാ അവച്ഛിന്നൻ അഥവാ അവിദ്യാ ഉപഹിതൻ എന്നൊക്കെ പറയും. ആരെ? ജീവനെ. ചിലയിടത്ത് നമ്മൾ പറയും അന്ധക്കരണ അവിദ്യാ ഉപഹിതൻ എന്ന് പറയും, അല്ലെങ്കിൽ അന്ധക്കരണ അവിദ്യാ അവച്ഛിന്നൻ എന്ന് പറയും. പിന്നെ എവിടെയാ വരുന്നത്? ഈ ശരീരത്തിൽ അഭിമാനിച്ചും കൊണ്ട് നമ്മൾ ഇരിക്കുന്നുണ്ട്. ഓരോരോ ജന്മത്തില് തത്തത് ശരീരത്തിൽ അഭിമാനിച്ചിരിക്കും. എന്ന് പറഞ്ഞാല് ഈ ശരീരമായിട്ട് താതാത്മ്യ അധ്യാസം നേരിട്ടും കൊണ്ട് ശരീരത്തിൽ ഞാൻ എന്നുള്ള അഭിമാനത്തോടു കൂടി ഇരിക്കും. ഈ ശരീരം വിട്ടാലോ വേറെ ഏതെങ്കിലും ഒരു ശരീരത്തിലിരിക്കും. അതായത് പ്രേതശരീരം ഒരു ശരീരമാണ്. നമ്മുടെ ഈ ശരീരം സ്ഥൂലമായിട്ടിരിക്കും. അതും സ്ഥൂലത്തിൽ, അതായത് പ്രേതശരീരം സ്ഥൂലത്തിലെ സൂക്ഷ്മമാണ്. കേവലം ലിംഗശരീരം മാത്രമല്ല. ദേവതാ ശരീരം കിട്ടുമ്പോഴും അതും സ്ഥൂലത്തിലെ സൂക്ഷ്മമാണ്. പക്ഷെ ഹിരണ്യഗർഭന്റെ ശരീരം സമഷ്ടി ലിംഗശരീര അഭിമാനി മാത്രമായിട്ടാണ് അവനിരിക്കുന്നത്. ആ ഹിരണ്യഗർഭന് ശേഷമുള്ള സൃഷ്ടി മുതൽക്കേ സ്ഥൂല ശരീരം വരത്തുള്ളൂ. അതായത് മായ ഉപാധികനായിരിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരനിൽ നിന്നുള്ള ആദ്യത്തെ സൃഷ്ടിയാണ് ഹിരണ്യഗർഭൻ. എന്ന് പറഞ്ഞാല് ഈ മായയിൽ നിന്ന് പഞ്ചഭൂത സൃഷ്ടി നടത്തിയ ശേഷം, അതായത് അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളുടെ സൃഷ്ടിക്ക് ശേഷം അവയിൽ നിന്നുള്ള സൂക്ഷ്മ സൃഷ്ടിയായിരിക്കുന്ന ലിംഗശരീര സൃഷ്ടി നടക്കുന്നുണ്ട്. അതായത് അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളുടെ കാര്യമാണ് ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, പ്രാണൻ. ഈ സമഷ്ടിയിൽ അഭിമാനിക്കുന്ന ചേതനനാണ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഓരോരുത്തർക്കും ലിംഗശരീരമുണ്ട്. ഇതെല്ലാം വന്നിരിക്കുന്നത് അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ ലിംഗശരീരത്തിലും കൂടി അഭിമാനം ഹിരണ്യഗർഭനുണ്ട്. പക്ഷെ ആ അഭിമാനം കൊണ്ട് ജീവന് നേരിടുന്ന സുഖദുഃഖങ്ങൾ ഹിരണ്യഗർഭന് നേരിടത്തില്ല. രണ്ടു വഴിക്ക് നോക്കിക്കാണാം. ഒന്ന്, ഈശ്വരനിൽ നിന്നുള്ള സൃഷ്ടി നടക്കുന്ന സമയത്ത് അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് ഉത്പന്നമായിരിക്കുന്ന സമഷ്ടി ലിംഗശരീരത്തിൽ ആ ചേതനന്റെ
ഈശ്വര ചേതനന്റെ പ്രതിബിംബം നേരിടുന്ന സമയത്ത് അത് ഹിരണ്യഗർഭസ്വരൂപനായി. ഇവിടെ നിന്ന് ജീവന്റെ ദൃഷ്ടിയിൽ, ജീവൻ രണ്ടും ദൃഷ്ടി തന്നെ, പക്ഷെ ഇവിടെ നിന്ന് നോക്കി കാണാം എങ്ങനെ ഒരു ജീവൻ ഏറ്റവും നല്ല കർമ്മിയും ഉപാസകനും ആകുമ്പോഴാണ് അവൻ ഹിരണ്യഗർഭലോകത്തെത്തുന്നത്. ആ ഹിരണ്യഗർഭലോകത്ത് എത്താൻ ഉപയോഗിച്ചിരിക്കുന്ന ഉപാസന എന്നുള്ളത് അഹംഗ്രഹ ഉപാസനയായിരിക്കും. അതും എവിടെ? ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന ആദിത്യ പുരുഷനും ചാക്ഷുഷ പുരുഷനും തമ്മിലുള്ള ഏകത്വത്തെ മനസ്സിലാക്കി ആ ഏകനായിരിക്കുന്ന ദേവത ഞാനാകുന്നു എന്നുള്ള അഭിമാനം, ഇങ്ങനെയൊക്കെയുള്ള ഉപാസനയുടെ ഫലമായിട്ടാണ് ഹിരണ്യഗർഭലോകത്തെത്തുന്നത്. അവിടെ നമ്മൾ പറയും ആ ശരീരം കിട്ടുന്നതോടുകൂടെ സഹസിദ്ധം ചതുഷ്ടയം, അവന് ജഗത്തിന് നിയമനം നടത്താനുള്ള ശക്തികളൊക്കെ ജന്മം കൊണ്ട് തന്നെ കിട്ടും. ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം ഇതൊക്കെ സ്വതസിദ്ധമായിട്ട് വരും. അതുകൊണ്ട് എന്ത് പറ്റി? ഇവിടെ നിന്നുള്ള ദൃഷ്ടിയിൽ ഒരു ജീവനാണ് ഹിരണ്യഗർഭനാവുന്നത്. സൃഷ്ടിയുടെ തുടക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാല് ആ ഈശ്വരനാണ് ഹിരണ്യഗർഭനാവുന്നത്. വാസ്തവത്തിൽ എന്താ സ്ഥിതി? രണ്ടും ശരിയാണ് എന്ന് പറഞ്ഞാല് ആദ്യത്തെ ക്രമം നോക്കിക്കോ. ഈശ്വരൻ സൂക്ഷ്മ ഭൂതങ്ങളായിരിക്കുന്ന ലിംഗശരീരങ്ങളിൽ പ്രതിബിംബിച്ചും കൊണ്ട് ഹിരണ്യഗർഭനായി. ആ ഹിരണ്യഗർഭ അഭിന്ന ഈശ്വരൻ സ്ഥൂല ജഗത്തിൽ പ്രതിബിംബിച്ചും കൊണ്ട് വിരാടായി. ആ വിരാടിൽ നിന്നാണ് ദേവതകളുടെയും ജീവന്മാരുടെയും സൃഷ്ടി സംഭവിക്കുന്നത്. കാരണം പഞ്ചീകരോതി ഭഗവാൻ എന്ന് നിങ്ങൾക്ക് പഞ്ചദശിയിൽ കാണാം. ജീവന്മാരുടെ ഭോഗത്തിനു വേണ്ടി ഭൂതങ്ങളെ പഞ്ചീകരിച്ചിട്ട് ആ പഞ്ചീകൃത ഭൂതങ്ങളിൽ നിന്ന് ഉത്പന്നമായിരിക്കുന്ന ഓരോരോ ശരീരത്തിലൂടെയും ലിംഗശരീര അഭിമാനിയായിരിക്കുന്ന ജീവൻ സ്ഥൂല ശരീരത്തിൽ പിന്നെ അഭിമാനിക്കും. എങ്ങനെ? സ്ഥൂല ശരീരം കിട്ടിയാൽ ആ സ്ഥൂല ശരീരത്തിലായിരുന്നു മുമ്പ് കർമ്മം ചെയ്തത് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥൂല ശരീരത്തിൽ ഇരുന്നിട്ടാണ് അനുഭവിക്കുന്നത് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ഈ ഉപനിഷത്തിൽ, അതായത് എല്ലായ്പ്പോഴത്തെ ഒരു നിയമമൊന്നുമില്ല, നിങ്ങൾ ഇതിന്റെ അവസാന ഭാഗത്ത് എത്തിക്കഴിഞ്ഞാല് ഹിരണ്യഗർഭോപാസനയും പ്രകൃതി ഉപാസനയും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പ്രകൃതി ഉപാസകൻ പ്രകൃതിയിൽ പോയി ലീനമായിട്ടിരിക്കുന്നവർ പറയുന്നുണ്ട്. അവിടെ അതിന് ഭോഗം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ശരീരത്തിന്റെ ആവശ്യമില്ല. സ്ഥൂല ശരീരം ഉണ്ടാക്കുന്ന എന്തിനാ? ഭോഗത്തിനല്ലേ. മനസ്സിലായി? അങ്ങനത്തെ ഒരു ഇതിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ ബുദ്ധിപരമായി നോക്കിക്കാണുന്നത് എങ്ങനെയൊക്കെ പോകുന്നുള്ളത്. അപ്പോൾ എന്ത് പറ്റും? ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഭോഗത്തിന് വേണ്ടിയാണ് ഈ സ്ഥൂല ശരീരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിരാടിൽ നിന്നാണ് ഇനിയുള്ള ദേവതകളുടെയും ജീവന്മാരുടെയും ഒക്കെ സൃഷ്ടി സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കേവലനായിരിക്കുന്ന ചൈതന്യം തന്നിൽ അധ്യസിച്ചിരിക്കുന്ന മായയിൽ പ്രതിബിംബിച്ചും കൊണ്ട് ഈശ്വര രൂപത്തെ പ്രാപിക്കും. ആ ഈശ്വര രൂപം സമഷ്ടി ലിംഗശരീരത്തിൽ അഭിമാനിച്ചും കൊണ്ട് ഹിരണ്യഗർഭസ്വരൂപനായി. അപ്പോൾ ഈശ്വരാഭിന്ന ഹിരണ്യഗർഭസ്വരൂപൻ ഇനി സ്ഥൂലഭൂതങ്ങളിൽ പ്രതിബിംബിച്ചും കൊണ്ട് വിരാട് രൂപനായി. ആ ഈശ്വരാഭിന്ന ഹിരണ്യഗർഭ അഭിന്ന വിരാട് തന്നെയാണ് ഇനി ഓരോ വ്യഷ്ടിയിലൂടെയും ഞാനാണ് എന്ന് നമ്മളുടെ രൂപത്തിൽ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഈശ്വരന് രൂപം, അതായത് ഈശ്വരന്റെ രൂപം എന്താണ്? ഒരു അവിദ്യയും ചേതനനും. ചേതനന്റെ പ്രതിബിംബം അവിദ്യ എന്നുള്ള മായയിൽ നടന്നപ്പോൾ, അവിദ്യ എന്ന് പറഞ്ഞു, മായ എന്ന് പറഞ്ഞു, രണ്ട് അസ്തിത്വം ഇവയ്ക്കില്ല. പക്ഷെ നമ്മൾ വ്യവഹരിക്കാൻ വേണ്ടി രണ്ട് അസ്തിത്വത്തെ ഉപയോഗിക്കാറുണ്ടെന്ന് മാത്രം. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, മായാച അവിദ്യാച സ്വയമേവ ഭവതി എന്ന്. കാരണം ജഗത്തിന്റെ സൃഷ്ടിക്ക് ഒരു കാരണം പറയാൻ വേണ്ടി നമ്മൾ മായയെ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. എന്തുകൊണ്ടാ? വാസ്തവത്തിൽ ഇങ്ങനത്തെ ഒരു ജഗത്തില്ല. പിന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തോന്നിച്ചയ്ക്കുള്ള കാരണമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ മായ എന്നുള്ളത് ജീവനിൽ നിന്ന് അഭിന്ന സ്വരൂപം തന്നെയാണ്. ആ മായ എന്നുള്ളത് ജീവന്റെ ഉപാധിയായിരിക്കുന്ന അവിദ്യയിൽ നിന്ന് അഭിന്നമാണെന്ന് അർത്ഥം. അപ്പൊ അവിദ്യ എന്ന് പറഞ്ഞോ മായ എന്ന് പറഞ്ഞോ സത്ത ഒന്നേ ഉണ്ടാവത്തുള്ളൂ. ആ മായയിൽ പ്രതിബിംബിച്ച ചൈതന്യത്തിൽ നിന്ന് അഭിന്നമായിരിക്കുന്ന ഹിരണ്യഗർഭ ചൈതന്യം, ആ ചൈതന്യത്തിൽ അഭിന്നമായിരിക്കുന്ന വിരാടാത്മ, ആ വിരാടിൽ നിന്ന് അഭിന്നമായിരിക്കുന്ന ഈ ജീവൻ. അതുകൊണ്ട് ഈ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തില്?
അപരിച്ഛിന്നനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം തന്നെയാണ്. ഇതിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ നിന്ന് മുതൽക്ക് ഇവിടം വരെ ഒരേ ലൈനപ്പ് പിടിച്ചിരിക്കുന്നത്. ഇനി ഇവിടുന്ന് നോക്കി കാണുകയാണെങ്കിൽ ഈ ജീവൻ ഹിരണ്യഗർഭ സ്വരൂപമാവും. എങ്ങനെ? കർമ്മസഹിത ഉപാസനയുടെ കേവലം ഉപാസന നടത്തി കഴിഞ്ഞാൽ അവിടെ എത്താം. പക്ഷേ കർമ്മം ഇല്ല എങ്കിൽ ഉപാസന അതിരിക്ത സമയങ്ങളിലെ അവന്റെ അശാസ്ത്രീയ കർമ്മങ്ങളും അശാസ്ത്രീയ ചിന്തനവും ഹിരണ്യഗർഭലോക പ്രാപ്തിക്ക് പ്രതിബന്ധകനായി മാറും. അതുകൊണ്ട് ശീഘ്രം ഹിരണ്യഗർഭപ്രാപ്തി വേണമെങ്കിൽ ഉപാസകന് കൂടെ കർമ്മവും ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് സിദ്ധാന്തം. അതിനുവേണ്ടിയാണ്, അതായത് നമ്മൾ ഉപാസനയെ 3 വിധത്തിലാ പറയാം. ഒന്ന് കർമ്മ അവബദ്ധ ഉപാസന. അവബദ്ധം എന്ന് പറയാൻ സംബദ്ധം, കർമ്മ സംബന്ധിയായിരിക്കുന്ന ഉപാസന. അതിന് ഫലം എന്താ? ഏതൊരു ഫലമാണോ കർമ്മത്തിന് പറഞ്ഞിരിക്കുന്നത് ആ കർമ്മത്തിന്റെ ഫലത്തെ കൂടുതലാക്കി തരത്തേ ഉള്ളൂ കർമ്മ അവബദ്ധ ഉപാസന. ഒന്ന്. രണ്ടാമത്തത് അഭ്യുദയത്തിന് കാരണമായിരിക്കുന്ന ഉപാസന. നിശ്രേയസത്തിന് കാരണമാവുന്നില്ല, അത് അഭ്യുദയം. അതായത് ഹിരണ്യഗർഭലോകം വരെ പോകാൻ പറ്റും. അല്ല, ഈ ഉപാസന കൊണ്ട് സ്വർഗലോകം പോകാൻ പറ്റുമോ? അത് പറ്റത്തില്ല. ആഞ്ഞു പിടിച്ചാലും സ്വർഗലോകത്തേക്ക് യാത്രയില്ല. അതെന്തുകൊണ്ടാ? അത് കർമ്മിയുടെ ലോകമാണ്. കർമ്മണ പിതൃലോക. പിതൃലോകം എന്ന് ഉദ്ദേശിച്ച സ്വർഗലോകം വരെയാണ്. അപ്പൊ കർമ്മി പോകേണ്ട സ്വർഗലോകത്തിലേക്ക് ഉപാസകന് പോകാൻ പറ്റത്തില്ല. പിന്നെ ഉപാസകന്റെ ലോകം ഏതാണ്? ദേവയാന പന്ഥാവിലൂടെ ഗമനമാണ്. എന്ന് പറഞ്ഞാല് ഉത്തരായണ മാർഗത്തിലൂടെയുള്ള യാത്ര. ദക്ഷിണായന മാർഗത്തിലേക്ക് ഉപാസകന് പ്രവേശമില്ല, അത് കർമ്മിക്ക് പ്രവേശമുള്ള സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ അഹങ്കര ഉപാസന ഏതിനെ കുറിച്ചുള്ള? ഹിരണ്യഗർഭനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രാണൻ എന്ന് ഉദ്ദേശിച്ചത് സമഷ്ടിപ്രാണനായിരിക്കുന്ന ഹിരണ്യഗർഭനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ബ്രഹ്മസൂത്രത്തിൽ എത്തുമ്പോഴേക്കും അതെല്ലാം കൂടിയും പരമാത്മാ എന്നുള്ളത് എത്തിക്കും. അവിടെ കാണുന്ന പരമാത്മാവിന്റെ രൂപമാണെന്ന് പറയും. ഇങ്ങനെയുള്ള ഉപാസന അല്ലെന്ന് കരുതുക. എന്നാൽ കർമ്മിയല്ല മറ്റുപാസന ചെയ്തെന്ന് കരുതുക. ഇവരെങ്ങോട്ട് പോകും എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം പറയും, അവര് വിദ്യുത് ലോകം വരെ പോകും എന്ന്. ഇതിന്റെ അവസാനമാണ് വിദ്യുത് ലോകം. വിദ്യുത് ലോകത്തിനും മുന്നോട്ടേക്ക് അവർക്ക് ഗമനമില്ല. ഹിരണ്യഗർഭ ലോകത്തിന് പോകാൻ ഉപാസന നടത്തിയവന് മാത്രം ഹിരണ്യഗർഭലോകത്ത് എത്തിച്ചേരും. അപ്പൊ കർമ്മിയുടെ ഗമനം വേറെ, ഉപാസകന്റെ ഗമനം വേറെ. ഇങ്ങനെ ഇരിക്കുന്ന ഉപാസന സഹിത കർമ്മം ചെയ്തവൻ അതിൽ തന്നെ പലരും ഉണ്ടാവും. ഏറ്റവും ശ്രേഷ്ഠനായവനാണ് അടുത്ത കൽപ്പത്തിലെ ഹിരണ്യഗർഭനായിട്ട് വരുന്നത്. അടുത്ത സൃഷ്ടിയിലെ ഹിരണ്യഗർഭനായിട്ട് അവനാ വരിക. പിന്നെ ഇവിടെ നടത്തുന്ന ഉപാസകന്മാരോ, അവർ ആ ലോകത്ത് പോയിട്ട് ഹിരണ്യഗർഭന് സമാനമായിരിക്കുന്ന ഐശ്വര്യത്തോടു കൂടി ഇരിക്കുന്നത് പറഞ്ഞാലും സൃഷ്ടിയിലൊന്നും അവർക്ക് ഇടപെടാൻ പറ്റത്തില്ല. അതിൽ നിന്റെ താഴെയുള്ളൂ. എന്നിട്ടും എന്ത് വേണം? ആ ഹിരണ്യഗർഭൻ ജന്മത്തോടുകൂടി ജ്ഞാനിയായ അവിടെ വേറൊരാൾ ഉപദേശം കൊടുക്കുന്നില്ല. പക്ഷെ പിന്നെ അവിടെ എത്തിച്ചേരുന്ന ആൾക്കാർക്ക് ഹിരണ്യഗർഭനാണ് ഉപദേശം കൊടുക്കുന്നത്. എന്നിട്ടും ഹിരണ്യഗർഭന്റെ 100 വർഷ ആയുസ് തീരുമ്പോൾ മാത്രമേ അവരെല്ലാവരും കൂടി അവിടുന്ന് ബ്രഹ്മപ്രാപ്തി നേടത്തുള്ളൂ. 1000 ചതുർയുഗത്തോടുകൂടി ബ്രഹ്മാവിന്റെ ഒരു പകൽ, അങ്ങനെയുള്ള ഒരു രാത്രി, പകലും രാത്രിയും കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു മാസം, അങ്ങനെയുള്ള 12 മാസം, അതിന്റെ 100 വർഷം, അത്രയും കഴിയുമ്പോൾ ഒരു ഹിരണ്യഗർഭന്റെ ആയുസ് സമാപ്തമാവും. ചതുർയുഗ സഹസ്രാണി ബ്രഹ്മണോ ദിനമുച്ചതി. ചതുർയുഗത്തിന്റെ 1000 എടുത്താലേ ബ്രഹ്മാവിന്റെ ഒരു പകലാവത്തുള്ളൂ. അതിന്റെ ഇരട്ടി വന്നാലേ ഒരു ദിവസമാവത്തുള്ളൂ. അങ്ങനെ കൂട്ടിച്ചേർത്തുള്ള 100 വർഷം വരെ. അതിന്റെ ഇപ്പോൾ ബ്രഹ്മാവ് ഏത് വയസ്സിലാണ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. അതൊക്കെ നിങ്ങൾ പുരാണങ്ങളിലൊക്കെ പ്രതിപാദിക്കും. ഇവിടെ അതിനുള്ള പ്രതിപാദനമൊന്നുമില്ല. അപ്പൊ അവിടുന്ന് ഉപദേശം കിട്ടണമെങ്കിൽ തന്നെ അഹങ്കര ഉപാസകന്മാരായിരിക്കണം. അവരാണ് ഹിരണ്യഗർഭ ലോകത്തിലൂടെ മുക്തന്മാരാവുന്നത്. അതിനുള്ള ഉപാസന എന്തു പറയും? നമ്മൾ എത്രണ്ണം കഴിഞ്ഞു? ഒന്ന് കർമ്മ അവബദ്ധ ഉപാസന, ഒന്ന് അഭ്യുദയത്തിനുള്ളത്. അഭ്യുദയത്തിനുള്ള ഉപാസനയാണ് പഞ്ചാഗ്നി വിദ്യ. അത് അവിടം വരെ പോയാലും തിരിച്ചു പോരും. അതേപോലെ വിദ്യുത് ലോകം വരെയുള്ള ഗമനത്തിന് കാരണമായിരിക്കുന്ന ഉപാസനയൊക്കെ നമുക്ക് അഭ്യുദയത്തിന് പറയും.
പിന്നെ ഒന്നാണ് പരമ്പരയാ മുക്തി ഹേതുവായിരിക്കുന്ന ഉപാസന. പരമ്പര എങ്ങനെ മുക്തി വരും? അഹങ്കാര ഉപാസന നടത്തി ഹിരണ്യഗർഭ ലോകത്തെത്തി അവിടുന്ന് ഹിരണ്യഗർഭന്റെ ഉപദേശത്താൽ മുക്തന്മാരാകുമ്പോഴാണ് പരമ്പരയാ മുക്തി കിട്ടുന്നത്. ഇതിനും കാരണമായിട്ട് ഉപാസനയുണ്ട്. അല്ലാതെ സദ്യോമുക്തിക്ക് കാരണമായിട്ട് ഒരു ഉപാസന ഇല്ല ശാസ്ത്രത്തിൽ. അതുകൊണ്ട് എന്തു പറയാൻ പാടില്ല? സഗുണ ബ്രഹ്മ ഉപാസന നടത്തി നിങ്ങൾ നിർഗുണനിൽ എത്തിച്ചേരും, നിർഗുണിൽ നിന്ന് മുക്തരാവും എന്ന് നിങ്ങൾ പറയരുത്. മനസ്സിലായോ? ഇതായത് നിർഗുണന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. ഇപ്പോൾ സഗുണ ഉപാസന, ഹിരണ്യഗർഭ ഉപാസന നടത്തിയാൽ ഹിരണ്യഗർഭലോകത്തെത്താം, അവിടെ നിന്നുള്ള ഉപദേശത്താൽ മുക്തിയും കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉപാസനയിൽ നിന്ന് അജ്ഞാനം നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അല്ല, ആ ഉപാസകന്മാര് ഹിരണ്യഗർഭ ലോകത്തെത്തിയപ്പോൾ അവരുടെ അജ്ഞാനങ്ങൾ നഷ്ടപ്പെട്ടു. അവിടെ ഹിരണ്യഗർഭൻ ഉപദേശം കൊടുക്കുന്നുണ്ട്, തത്വമസി. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? തത്വമസ്യാദി മഹാവാക്യ ഉപദേശം ഇല്ലെങ്കിൽ ഒരു മന്ത്രം കൊണ്ടോ ഒരു തന്ത്രം കൊണ്ടോ ഒരു വകുപ്പില്ല ജ്ഞാനത്തിനായിട്ട്. ബാക്കിയെല്ലാം അന്ധക്കരണ ശുദ്ധിക്കായിട്ടുള്ള കാരണങ്ങളാണ്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്വിതീയ ബ്രഹ്മബോധത്തിനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്ത് പറ്റി? ജീവന്റെ ഒരു ഉപാധി എന്നുള്ള ലിംഗശരീരം അല്ലെ, ഒരു ഉപാധി വഴിയുള്ള സ്ഥൂല ശരീരം. ലിംഗശരീരത്തില് ഏതൊക്കെ അവയവങ്ങൾ വന്ന് ചേരുന്നത്? എത്ര അവയവം ഉണ്ട് അവിടെ? 17. ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, പ്രാണൻ 15, 15, 15, സോറി 5, 3, 5, 15, പിന്നെ 2 ബുദ്ധിമനഃ ചേർത്ത് 17. 17 കലകൾ എന്ന് പറയും. 17 അവയവങ്ങൾ. ഇത് ചേർന്നതാണ് ലിംഗശരീരം. ഈ ലിംഗശരീരം എപ്പോൾ നഷ്ടപ്പെടും? ഈ സ്ഥൂല ശരീരം എപ്പോൾ നഷ്ടപ്പെടും? മരിക്കുന്നതോടുകൂടി ആ അധ്യാസം നഷ്ടപ്പെട്ടു കിട്ടി. ഓക്കെ, അല്ല അത് സുഷുപ്തിയിൽ നഷ്ടപ്പെട്ടിട്ടില്ലേ? ആ സുഷുപ്തിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായിരിക്കുന്ന നാശമായിരുന്നില്ല അത്. സുഷുപ്തിയിൽ നിന്ന് തിരിച്ചു വന്നാൽ പിന്നെയും അഭിമാനം ഉണ്ടാവും. പക്ഷെ മരിച്ചാൽ പിന്നെ ഈ ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തത് കൊണ്ട് ഇനി ഇതിൽ അഭിമാനിക്കത്തില്ല. പക്ഷെ അപ്പോഴും എവിടെ താതാത്മ്യം നിലനിൽക്കുന്നുണ്ട്? ലിംഗശരീരത്തിൽ. അതുകൊണ്ട് അടുത്ത ശരീരത്തിലേക്ക് ആരാ പോകുന്നത്? ലിംഗശരീരയുക്തനായിരിക്കുന്ന ജീവൻ. ലിംഗശരീരമായിട്ട് ജീവന് താതാത്മ്യം സംഭവിക്കുമ്പോൾ ആ ജീവന് പരമാത്മാവിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഭേദമോ അല്ലെങ്കിൽ ദോഷമോ സിദ്ധിക്കാൻ പറ്റുമോ? ആ നിത്യശുദ്ധ ബുദ്ധിമുക്തനായിരിക്കുന്ന പരമാത്മാവിന് ലിംഗശരീര സംബന്ധം നേരിടുമ്പോൾ ആ ചേതനിൽ പരിച്ഛേദം വരുമോ? ഇല്ല. ഇല്ല. സുഖദുഃഖാദികൾ വരുമോ? ഇല്ല. സംസാരപ്രാപ്തി ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. എന്നിട്ട് അത് ഉള്ളതായിട്ട് തോന്നുന്നില്ലേ? ഉണ്ട്. അതിട്ടുണ്ട് താനും. ഇതിന് മൂലകാരണമായിട്ടിരിക്കുന്നത് എന്താ? നമ്മുടെ അജ്ഞാനം. അപ്പോൾ ഈ ലിംഗശരീരം എന്നുള്ളത് സൂക്ഷ്മ ശരീരം എന്നതിനെ വിളിക്കും. അതൊരു ഉപാധിയാണ് ജീവന്. ഇതിന്റെയും പിറകിലാണ് ഈ ലിംഗശരീരത്തിനും കാരണമായിരിക്കുന്ന അവിദ്യ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ അവിദ്യ എന്ത് പറയും? കാരണശരീരം എന്ന് പറയും. ഇപ്പൊ എത്ര ശരീരങ്ങളായി ജീവന്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. അപ്പോ ഈ സൂക്ഷ്മ ശരീരത്തിന്റെ വേറെ പേരെന്താ? ലിംഗശരീരം. നമ്മൾ ഈ ശരീരം വിട്ടുപോകുമ്പോൾ അജ്ഞാനി ജ്ഞാനി ആരാണെങ്കിലും അവൻ ഈ സ്ഥൂല ശരീരമായിട്ടുള്ള സംബന്ധം വിട്ടുകിട്ടി. അപ്പോൾ 2 ശരീരമായിട്ടുള്ള സംബന്ധം മാറത്തില്ല. കാരണശരീരമായിരിക്കുന്ന അജ്ഞാനവുമായിട്ടും അതേപോലെ ലിംഗശരീരമായിട്ടുള്ള സംബന്ധം വിടത്തില്ല. ഇനി ജ്ഞാനിയാവുന്ന സമയത്ത് എന്താ നഷ്ടപ്പെടുന്നത്? കാരണശരീരത്തിലുള്ള അജ്ഞാനം ഇല്ലാതെയാവും. കാരണശരീരത്തിൽ ഉള്ള അജ്ഞാനം എന്ന് പറയരുത്, കാരണശരീരമായിരിക്കുന്ന അജ്ഞാനം. അതെ, കാരണശരീരത്തിലല്ല അജ്ഞാനം, അവിടുത്തെ കാരണശരീരം അജ്ഞാനമാണ്. അപ്പോൾ കാരണശരീരമായിരിക്കുന്ന അജ്ഞാനം നഷ്ടപ്പെട്ടാൽ പിന്നെ എത്ര ശരീരം ഉണ്ടാവും? ലിംഗശരീരം. പിന്നെ സ്ഥൂല ശരീരം. ശരീരത്തിൽ ഇരിക്കുന്ന കാലത്തോളം ലിംഗശരീരവും
ദേഹമായിരിക്കുന്ന സ്ഥൂല ശരീരമായിട്ട് സംബന്ധം ഉണ്ട് എന്ന് ആര് പറയും? നമ്മൾ പറയും. ആർക്ക്? ജ്ഞാനിക്ക്. എനിക്ക് വാസ്തവത്തിൽ അജ്ഞാനം നഷ്ടപ്പെട്ട വ്യക്തിക്ക് ദേഹവുമായിട്ടുള്ള അധ്യാസം നടക്കുവോ? ഇല്ല. ലിംഗശരീരമായിട്ട് അധ്യാസം നടക്കുവോ? ഇല്ല. എന്നിട്ടും ആ ജ്ഞാനി ദേഹത്തിലല്ലേ ഞാനെന്ന് ശബ്ദപ്രയോഗം നടത്തുന്നത്? അതെ. ഇല്ലേ? അഭിമാനമില്ല. കാരണം ബ്രഹ്മത്തിൽ ഞാനെന്ന് അഭിമാനിച്ചവന് തിരിച്ച് ശരീരത്തിൽ ഞാനെന്നുള്ള അഭിമാനം നഷ്ടപ്പെടും. തിരിച്ചു വരത്തില്ല ഈ ഒരു അഭിമാനം. അതുകൊണ്ട് അവനെ സംബന്ധിച്ച് അഭിമാനമില്ലെങ്കിലും ബാധിത അനുവൃത്തി നടക്കൂലേ? എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞാല് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ശരീരമല്ലേ പോകുന്നത് അതെ. ജ്ഞാനിയുടെയും. അപ്പൊ ജ്ഞാനിയുടെ ആ സമയത്തുള്ള വ്യവഹാരത്തെ എന്ത് പറയും? ബാധിതാനുവൃത്തി. അപ്പൊ അജ്ഞാനം നഷ്ടപ്പെട്ടിട്ടും ബാധിതാനുവൃത്തി തുടരുന്നുണ്ട്. എവിടെ? ശരീരത്തില്. സുഖദുഃഖങ്ങൾ എവിടെയാണുള്ളത്? അന്ധകരണത്തിൽ. മനസ്സിന്റെ വൃത്തികളാണ്. ആ വൃത്തികൾ ലിംഗശരീരത്തിൽപ്പെട്ടതല്ലേ? സോറി, ആ അന്ധകരണം ലിംഗശരീരത്തിൽപ്പെട്ടതല്ലേ? മനസ്സബുദ്ധി ലിംഗശരീരത്തിൽപ്പെട്ടതാണ്. അപ്പൊ ലിംഗശരീരമായിട്ടുള്ള അധ്യാസവും വാസ്തവത്തിൽ ജ്ഞാനിക്ക് നഷ്ടപ്പെട്ടതല്ലേ? മൂലകാരണമായിരിക്കുന്ന അവിധി നഷ്ടപ്പെട്ടത് കൊണ്ട് ലിംഗശരീരത്തിലെ താതാത്മ്യം നഷ്ടപ്പെട്ടതാണ്. എന്നിട്ടും സുഖദുഃഖങ്ങൾ അന്ധകരണത്തിൽ ഉണ്ടാകുമ്പോൾ ജ്ഞാനിക്ക് അത് തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ സുഖി ദുഃഖി എന്നുള്ള കാര്യം അറിയുന്നുണ്ട്. ചിലരുടെ ഗുരുക്കന്മാർക്ക് ഇതില്ല എന്നുള്ളതാണ്. അതെന്താണ് കാരണം? അത് അജ്ഞാനി ജ്ഞാനിയായിട്ട് ഡ്രാമ കളിക്കുന്നവരെ സംഭവിക്കുന്ന സംഭവമാണ്. അറ്റ്ലീസ്റ്റ് പഠിച്ചെടുത്തിട്ടെങ്കിലും മെനക്കി ഡ്രാമ ചെയ്യുകയാണെങ്കിൽ. അതിന്റെ ഡ്രാമയ്ക്ക് സ്കൂളൊക്കെ ഉണ്ട്, അവിടെ പോയി പഠിക്കാതെ മെനക്കി ചെയ്യണ്ടേ. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ പിള്ളേരെ പറ്റിക്കാൻ പാടുണ്ടോ? ഇപ്പം പിടി കിട്ടിയോ? എത്ര ചാടിയാലും അജ്ഞാനി തന്നെയാണ്. ഒരു കളി നടക്കത്തില്ല. പിള്ളേരെ പറ്റിക്കാന്ന് പറഞ്ഞാല് അതിപ്പോ കാവിട്ടാലും വേണ്ടിയില്ല, പേര് മാറ്റിയാലും വേണ്ടിയില്ല. ഇത് ശാസ്ത്രബോധം ഇല്ലെങ്കിൽ ഏത് ഗുരുവിനും ആളെ പഠിക്കാൻ പറ്റും. ഇതെന്തിനാ എങ്ങനെ പറയേണ്ടി വരുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രബോധം കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ സ്പിരിച്വാലിറ്റിയുടെ ഹൈ എൻഡ് സംഭവങ്ങളാണ് ഉപനിഷത്ത്. അവിടെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പിന്നെ ഈ ഗുരുക്കന്മാർ പറയുന്നത് പിന്നെ കേൾക്കത്തില്ല. അതെന്തിനാ? എതിരിടാൻ വേണ്ടിയല്ല. അതായത് ഇതിപ്പോൾ പ്രത്യേകിച്ച് മതം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? ഇന്ത്യയിൽ ഇപ്പൊ എന്താ പറയുന്നത്? ഇന്ത്യയിൽ ജീവിക്കുന്നവരെല്ലാവരും ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്നുള്ളൊരു മതം അല്ലെന്നുള്ള എല്ലാവർക്കും അറിയാം. ബാക്കി ആൾക്കാർ വേറെ വഴിക്ക് പോയത് കൊണ്ട് അവശിഷ്ടന്മാർ ഹിന്ദുക്കളായി, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്രന്ഥം ആരുടേതാ? സാമാന്യത്തിൻ്റെതാണത്. അതായത് നിങ്ങളുടെ യജുർവേദത്തിൽ പറയുന്നുണ്ട്, യഥാ ഇമാം വാണിയും യഥാ ഇമം വാചാം കല്യാണിയും ആപദാനി ബ്രഹ്മ ജനേഭ്യ. യഥാ ഇമാം വാണിയും കല്യാണിയും ആപദാനി ജനേഭ്യ ബ്രഹ്മ രാജന്യാഭ്യാം ശൂദ്രായ സ്വായചാരണായ ചാൻ എന്ന് പറഞ്ഞ സർവർക്കും വേണ്ടി അന്നേ ഉള്ളതാണിത്. എന്നപ്പോൾ നമ്മൾ പിന്തുടരേണ്ടത് ഏതിനെയാ? ഉപനിഷത്തിനല്ലേ? നമ്മളെ ഇടക്കാലത്ത് പഠിപ്പിച്ച എന്താണ്? ഹിന്ദുക്കളുടെ ഗ്രന്ഥം ഏതാണ്? ഗീത എന്ന് പഠിപ്പിച്ച എന്തിന്റെ പേരിലാ? ഇത് പഠിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഗീതയെങ്കിലും പഠിക്കട്ടെ വിചാരിച്ചിട്ട് ഗീതയ്ക്ക് മുന്നേ ഹിന്ദുയിസം ഇല്ലേ? എന്ത് പറയും? ഈ രീതിയിൽ പറയപ്പെടുന്ന ഒരു ഹിന്ദുയിസം എന്ന് പറഞ്ഞാല് ഇവിടെയുള്ള ഭാരതവർഷത്തിലെ വിജ്ഞാനം അവിടെ എന്തായിരുന്നു? അതിനു മുന്നേ ഉള്ളത് ഉപനിഷത്തല്ലേ? ഉപനിഷത്ത് ചിന്താഗതി ലുപ്തമായതുകൊണ്ട് ഞാൻ നിനക്ക് ഇനിയും പറഞ്ഞു തരാമല്ലേ ഭഗവാൻ പറയുന്നത് അവിടെ. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇന്നലെ നമ്മുടെ ക്ലാസ്സിലുള്ള ഒരാൾ എന്തോ പറയാണ്, ഇങ്ങനെ പറഞ്ഞ റിബലല്ലേ? ഞാൻ ചോദിച്ച്, ഉപനിഷത്ത് പറയുന്ന ഞാനാണോ റിബല്? ഉപനിഷത്തിന് എഴുതി നിൽക്കുന്ന നിങ്ങളാണോ റിബൽ എന്ന് പറയുന്നത്? അതെനിക്ക് മനസ്സിലാവേണ്ടി ചോദിക്കും. ഇതെന്താണ് റിബൽ എങ്ങനെയായി എന്നുള്ളതാണ്. പറയാൻ പാടില്ല. കാരണം നേർവിപരീതമായിരിക്കുന്ന മാർഗം ചരിക്കുകയും ഈ ഹിന്ദുയിസത്തിൽ നിന്ന് തന്നെ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിന് ഇങ്ങനെ പറയുന്നത്? അല്ലല്ലോ ഇവിടെ പറഞ്ഞത്, ഇവിടെ പറഞ്ഞ കാര്യം വേറെയാണല്ലോ ചോദിച്ചാല് ഞാൻ എങ്ങനെയാണ് അഹിന്ദു ആവുന്നത്? ഞാൻ എങ്ങനെയാണ് ഗുരു നിഷേധിയാവുന്നത്? നിങ്ങൾ ഇവിടുന്ന് ഗുരുവായി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം ഇവിടത്തെ പറഞ്ഞ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നില്ല. പക്ഷെ അതിന് എന്നെ പ്രതിരോധിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ആദ്യം ഗുരുവാകും, നമ്മൾ മാലയിടാൻ വരാം. കാല തുന്നി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ പറഞ്ഞു വന്നത്? നമ്മളിപ്പോൾ ദേഹദ്വൈ സാക്ഷി എന്നൊരു ശബ്ദമുണ്ട് ഇവിടെ. അതായത് ജ്ഞാനം ഉണ്ടായതോടുകൂടി ജ്ഞാനിയുടെ അജ്ഞാനം എന്നുള്ള ഒരു ദേഹം നഷ്ടപ്പെട്ടു. ബാക്കി എത്ര ദേഹമുണ്ട്? 2 ദേഹം.
രണ്ട് ദേഹം. വാസ്തവത്തിൽ ആ ജ്ഞാനിക്ക് ഏതെങ്കിലും ഒരു ദേഹത്തിൽ അഭിമാനം ഉണ്ടാവുമോ? ഇല്ല. ഇല്ല. പിന്നെ ഇത് എന്തിനു പറഞ്ഞതാ? അത് എഴുതിയ ആൾക്ക് അറിയായിട്ടൊന്നല്ലത്, മനസ്സിലായോ? പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചിന്ത വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അഭ്യാസം. ഇനി നോക്കിയോ, ഏന പരേണ ആത്മന ഈശ എല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. യാതൊരു പരമാത്മാവായിരിക്കുന്ന ഈശ്വരനാൽ, ഈശ്വരൻ പരമാത്മാവാണോ അല്ല ഈ ഈശ്വരനേക്കാൾ മുന്നിലാണോ പരമാത്മാവ് നിൽക്കുന്നത്? കാരണം ഈശ്വരനിൽ ഉപാധിയുണ്ട്, അവിദ്യ. ഉപാധിയുണ്ട്. പരമാത്മാവിൽ ഉപാധി ഇല്ല. ഇല്ല. അപ്പോൾ ആരാണ് മികച്ചത്? പരമാത്മാവ്. അപ്പൊ രണ്ട് ഐഡന്റിറ്റി, രണ്ട് സത്തയുണ്ടോ ഇവിടെ? ഇല്ല. ഇല്ല. ഇതാണ് ഇതിന്റെ മനസ്സിലാക്കേണ്ടത്. അതായത് മായ എന്നുള്ള ഉപാധി വന്ന് കയറുന്നത് കൊണ്ട് ആ നിത്യശുദ്ധ ബുദ്ധിമുക്തൻ ഈശ്വരനായി മാറുമ്പോൾ അനിത്യനോ അമുക്തനോ ആവുന്നില്ല. നിങ്ങൾക്ക് ജഗത്തുണ്ടെന്ന് കാണിക്കണമെങ്കിൽ നിത്യശുദ്ധനിൽ നിന്ന് ജഗത്തുണ്ടാക്കാം. അതവിടെ നിൽക്കട്ടെ. രണ്ട് മാർഗമുണ്ട് ഇവിടെ അനുവർത്തിക്കേണ്ടത്. ठीक है, സൃഷ്ടിയുടെ കാര്യത്തിലും ഇതിന്റെ സ്രഷ്ടാവിന്റെ കാര്യത്തിലും രണ്ട് മാർഗത്തിലൂടെ വരും. ഒന്ന് വളരെ കുറച്ചേ പറയത്തുള്ളൂ. നിത്യശുദ്ധനിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകുന്നത് വളരെ കുറച്ചേ കൊണ്ടുവരത്തുള്ളൂ. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ അവലംബിക്കുന്നത് ഏതായിരിക്കും? ഈശ്വരനിൽ നിന്നുള്ള സൃഷ്ടി എന്ന് പറഞ്ഞാൽ പരിണാമ കാരണമായിട്ട് മായയും വിവർത്ത കാരണമായിട്ട് ഈശ്വരനും. ഇതിനെ ഇനിയിപ്പോൾ ഇപ്പൊ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. ഇതിനെ തന്നെ റിഫൈൻ ചെയ്ത് പറയും നെക്സ്റ്റ് സ്റ്റെപ്പില്. ഇങ്ങനെ ഇരിക്കുന്ന ഈശ്വരനിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകുമ്പോൾ ആ ഈശ്വരൻ വാസ്തവത്തിൽ ആരാ? നിരുപാധീനായിരിക്കുന്ന പരമാത്മാവ്. അവിദ്യ പോലും ഇല്ലാത്ത പരമാത്മാവാണ് അവിദ്യായുക്തനായിട്ട് ഈശ്വരഭാവത്തിൽ ഇരുന്നിട്ട് ജഗത്തിന്റെ സൃഷ്ടാവുന്നത്. ഏത് ജഗത്തിന്റെ? അജ്ഞാനിക്ക് ഉണ്ട് എന്ന് തോന്നുന്ന ജഗത്തിന്റെ. അതെന്തിനാ നിങ്ങൾ അജ്ഞാനിക്ക് ഉണ്ട് എന്ന് തോന്നുന്നത്? ജ്ഞാനിക്ക് ജഗത്തില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ചിന്തിക്കുകയോ ഈ അജ്ഞാനികളെ ഞാനങ്ങ് രക്ഷിച്ചേക്കാന്ന്? എന്തുകൊണ്ടാ? ഇതേ ചില കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി. ഞാനിത് നിങ്ങളെ എടുക്കുന്നത് നമ്മൾ പ്രക്രിയ മുതൽക്ക് തുടക്കം മുതൽക്ക് പ്രക്രിയ വെക്കാൻ കാരണം പ്രക്രിയയിലൂടെ പോയിട്ട് 2 വർഷം കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വരും. അല്ലാതെ പ്രക്രിയ. അതുകൊണ്ടാണ് ടിപ്പണി മൊത്തം എടുക്കുന്നില്ല, എന്നാലും കുറേയൊക്കെ ടിപ്പണി. ഇതെന്താ ചില്ലറ ആൾക്കാരൊന്നല്ല, ഞാൻ ആളെ പേര് പറയുന്നില്ല എന്ന് മാത്രം. വലിയ വലിയ ടീമാ പറഞ്ഞത്. ഞാൻ എൻ്റെ അവസാന ജീവനെ പോലും രക്ഷപ്പെടുത്താൻ ഞാൻ ഇനി മൊത്തം ജർമ്മൻ തന്നെ ആയിരിക്കും മക്കളെ. എന്നെ സമ്മതിക്കണം, നിങ്ങളെല്ലാം കൂടി എന്നെ സമ്മതിക്കുക. അതിനല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് മിഷനൊക്കെ ഉണ്ടാക്കിയത്. മാനവ സേവയല്ലേ എന്റെ ജന്മോദ്ദേശം. ഞാൻ പേര് എന്നോട് പറയരുതെന്ന് സംഘാടകർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പേര് പറയത്തില്ല. പക്ഷെ ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടെത്തിക്കോളൂ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നമ്മൾ ഇതുവരെ വിചാരിച്ചത് ഇതാണ് സംഭവം എന്നാ. അത് സംഭവമേ അല്ല എന്ന് കാണിക്കേണ്ടിയിട്ടാണ്. ഇനി ഇത് പറഞ്ഞതിൽ ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഓപ്പൺ ചർച്ച എപ്പം വേണം വിളിക്കാം. ആരും വിളിക്കത്തില്ല കേട്ടോ, അത് വേറെ വിഷയം. ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അയ്യോ പേര് പറയരുത്, ഞാനും പറയത്തില്ല, ഞാനും പറയത്തില്ല. നമ്മളിങ്ങനെ കേൾക്കത്തേ ഉള്ളൂ സംഭവങ്ങൾ. ठीक है, ജഗത്തുണ്ട് എന്ന് പറയുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ആരെയും പേര് വിളിക്കത്തില്ല. പേരില്ലാത്ത സംഭവങ്ങൾ മാത്രം ഒടിയാൽ മതി. അതായത് ഇവിടെ ഇനി പറയാം, ജ്ഞാനി ആയ ശേഷം, അതായത് ഉദാഹരണം പറഞ്ഞുതരാം. വളരെ സിമ്പിൾ സാധനമാണിത്, നമ്മൾ തലയിൽ കയറ്റാത്ത പ്രശ്നം മാത്രം. അതായത് നമ്മൾക്ക് പലപ്പോഴും ഈ അദ്വൈത വേദാന്തം ദൂരെ നിൽക്കാൻ കാരണം നമ്മളോട് പറയേണ്ട ആരും അദ്വൈത വേദാന്തം പറയാറില്ല എന്നുള്ളത് കൊണ്ടാണ്. പറയാൻ വേണ്ടിയിരുന്നേ ठीक है, ഞങ്ങളാണ് ടീം എന്ന് പറഞ്ഞിരുന്ന ആരും അദ്വൈത വേദാന്തം പറയാറില്ല. അവർക്ക് പറയാനുള്ള എന്തായിരിക്കും? കുണ്ടലിനി ഉപാസന നടത്തി എങ്ങനെ മുക്തരാവാം. നിങ്ങൾ ഈ ശാങ്കര വേദാന്തത്തിൽ എവിടെയെങ്കിലും കുണ്ടലിനി എന്നൊരു ശബ്ദം ഉണ്ടെങ്കിൽ നമ്മൾ പരിപാടി നിർത്തി കാണിച്ചു തരാം. ഇല്ല, എവിടെയില്ല. എവിടെയില്ല. ശാങ്കര വേദാന്തത്തിൽ കുണ്ടലിനി എന്നൊരു ശബ്ദമില്ല. യോഗസൂത്രത്തിലുണ്ടോ? വിട്ടേക്ക്, നമുക്ക് യോഗസൂത്രം വരുമ്പോ. യോഗസൂത്രത്തിലും ഇല്ല. ഇല്ല, മനസ്സിലായോ? ഞാൻ ആരെ ഇതാക്കണ്ടിട്ടല്ല, നിങ്ങളെ ശാസ്ത്രം പഠിക്കും മക്കളെ. എന്നിട്ട് അവിടുന്ന് നോക്ക് ഇത് എവിടുന്ന് വന്നു എന്നുള്ളത്. ഓക്കെ, നമ്മുടെ JKയോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നവർ അങ്ങനെ പറയുന്നുണ്ട്, അത് 17ാം നൂറ്റാണ്ടിൽ വന്നതാണ് മക്കളെ, മനസ്സിലായോ?
ഇത് കേരള സംഹിത ആദികൾക്ക് ശേഷം. പക്ഷെ ചില ഉപനിഷത്തിൽ ഉണ്ട് എന്നും പറഞ്ഞ വാദമുണ്ട്. പക്ഷെ ഉപനിഷത്ത് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ഉപനിഷത്ത് ആവത്തില്ലത്. അതിന്റെ മണ്ഡലം ഏതാണ്, അതിന്റെ ഋഷി ഏതാണെന്ന് കണ്ടെത്തി തീർന്നാലേ പറ്റത്തുള്ളൂ. അതല്ലാതെ ഏതെങ്കിലും ഒരു കാലത്ത് എഴുതി വിട്ടാൽ പ്രശ്നമുണ്ട്. ഇതൊരു പ്രാമാണിക വസ്തു ആയിരുന്നെങ്കിൽ ഭാഷ്യകാരൻ എവിടെയെങ്കിലും ജിക്ർ ചെയ്യൂലേ? അതെ, ഉണ്ടാവും. അത്രയും പ്രസിദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിനെ ഭാഷ്യകാരൻ വിട്ടുവെച്ച് പോകുമോ? ഇല്ല, ഇല്ല, ഒരിക്കലും വിടില്ല. ഒരിക്കലും വിടത്തില്ല. അത് ഇത് ജ്ഞാനത്തിന് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ അത് അയ്യോ, ഉറപ്പായിട്ടും ആഡ് ചെയ്യും. അതെ അതെ അതെ, ഇങ്ങനെയും കാണാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യം, അതെ. അത് എന്തുകൊണ്ടെന്നാൽ ഫണ്ടമെന്റൽ തിയറിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിൽ ഒരു ജീവൻ മൂലാധാരത്തിലും പരമാത്മ എവിടെയാ? സഹസ്രാരത്തിലും. അപ്പൊ രണ്ട് വസ്തു. എന്നിട്ട് ഇവൻ ഞോണ്ട് കേറി പോകാതെ എന്തൊക്കെയാ ചിരിച്ചും മരിക്കും മനുഷ്യൻ. അല്ല, അത് അങ്ങനെയാണെങ്കിൽ പിന്നെ രാജയോഗം, വിവേകാനന്ദ സ്വാമി രാജയോഗം ഒക്കെ എഴുതി. അയ്യോ, പേരില്ലല്ലോ, പേരിവിടെ എടുക്കൂല. വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ. എന്നാലും വിവേകാനന്ദ സ്വാമി വിവേകാനന്ദ സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അഭിവന്ദ്യ ഗുരുക്കന്മാരാണ്. മിണ്ടിപ്പോരുത്. നമ്മൾ പ്രസംഗമേ വെക്കുന്നുള്ളൂ. ആര് എന്ത് പ്രസ്ഥാനം നമുക്ക് വിഷയമേ അല്ല. നാളെ അതും ചോദിച്ചു ഇങ്ങോട്ട് വരരുത്. ഓക്കെ, ഇത് കേട്ട് ഇതിന്റെ സംസ്ഥാനക്കാർ പറയും ഞാൻ നന്നായിട്ടുണ്ടെന്ന്. കുറച്ചൊക്കെ ഞാൻ നന്നായതാണ്, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നല്ല. ടീക്കേ, ഇത് എനിക്ക് വേണ്ടി നല്ല മക്കളെ. ഞാനും കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ സാധനം എങ്ങനെയാണെന്നും മനസ്സിലാക്കാൻ. കുറെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വരും നിങ്ങളാണ് പരമാത്മ. ഇത് ആരുടെയും പരമാത്മാവിനെ എടുത്ത് മാറ്റി വെക്കുന്നൊന്നല്ലല്ലോ, തന്റെ തന്നെ സ്വരൂപത്തെ അറിയണ്ടല്ലേ. അതായത് കയറിലൊരു സർപ്പത്തെ കണ്ടു, പിന്നെ മനസ്സിലായി കയറിൽ സർപ്പമില്ല എന്നുള്ളത്. ശരിയാണ്, മനസ്സിലാക്കുന്ന സമയത്ത് കയറിൽ സർപ്പമില്ല അല്ലേ? കയറിൽ സർപ്പമില്ല എന്ന് മനസ്സിലായി. പക്ഷെ നമ്മൾ കാണുന്ന സമയത്ത് അവിടെ സർപ്പമില്ലേ? ഇതിന് ഉത്തരം പറയല്ലോ. കാണുന്ന സമയത്ത് അവിടെ സർപ്പമില്ലേ? നിങ്ങൾ പറയണ്ട. കാണുന്ന സമയത്ത് സർപ്പം ശരിയാണ്. നമ്മൾ ഭ്രമം മാറിയാല് സർപ്പമില്ല, അത് കയറാണ്. പക്ഷെ ഭ്രമിക്കുന്ന സമയത്ത് ഒരു സർപ്പമില്ലേ? ആർക്കും വേണം ഉത്തരം പറയാം. ഇനാമൊന്നും തരാനില്ല. ഭ്രമയുള്ളപ്പോൾ സർപ്പമുണ്ട്. ഉണ്ടോ? വരട്ടെ, ഓരോരുത്തർ അവരുടെ അഭിപ്രായം പറയട്ടെ. ഉണ്ട്. പാരമാർത്ഥികമായിട്ടില്ല, എന്നാൽ വ്യാവഹാരികമായിട്ടുണ്ട്. വ്യാവഹാരികമായിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ആ സർപ്പം കടിച്ചിരുന്നു എങ്കിൽ ചത്തേനെ അല്ലെ? വ്യാവഹാരിക സർപ്പം കടിക്കുമ്പോഴാണല്ലോ മരണം സംഭവിക്കുന്നത്. അതാണെങ്കിൽ അപ്പോൾ അറിയാതെ, അതായത് ഗ്രഹിക്കുന്നതിന് മുന്നേ അറിയാതെ പോയിട്ട് ആ കയറ് എടുത്തിരുന്നെങ്കിൽ ഒത്തു കിട്ടി ചത്തേനെ. ഇതൊക്കെ വളരെ ചെറിയ സ്ഥലത്ത് മനസ്സിലാവുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ചെറിയ സാധനം പോലും നമ്മൾ എന്തുകൊണ്ട് ഈ ഗുരുക്കന്മാർ പഠിപ്പിച്ചില്ല? നിങ്ങൾക്ക് വേണ്ട സാധനമൊക്കെ പറയുന്നതിന്റെ ഇടയിൽ മക്കളെ ഗുരുക്കന്മാരെടുത്ത് പഠിച്ചുകൂടായിരുന്നു രണ്ടക്ഷരം? പൂർവ്വ ഗുരുക്കന്മാരെടുത്ത് പഠിച്ചു പറഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാർക്ക് ഉപകരിക്കായിരുന്നല്ലോ എന്നുള്ളതാ. ഇത് ഒരു ഉപകാരമല്ലോ പോയതുപോലെ ഒരു ജീവൻ. അത് നമ്മള് ഒരു ശിഷ്യന്റെ കഴിവുകേടാണെന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. കാര്യം ഗുരു എന്ത് ഉദ്ദേശിക്കുന്നു എന്നത് ശിഷ്യൻ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതില്ലേ കുഴപ്പം. അതിന്റെ ശിഷ്യന് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ ഗുരുക്കന്മാരില് അധ്യാസത്തെ പറഞ്ഞ എത്ര ഗുരുക്കന്മാരെന്ന് പറഞ്ഞത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്താണ് ഈ അധ്യാസം? യുഷ്മദസ്മ പ്രത്യേക ഗോചരയോഹോ. എന്താണ് യുഷ്മ ശബ്ദത്തിന്റെ അർത്ഥം? എന്താണ് അസ്മ ശബ്ദത്തിന്റെ അർത്ഥം? എന്താണ് ഈ അധ്യാസം? ആർക്കാണ് അധ്യാസം? ആരാണ് ജീവൻ? എന്താണ് പരമാത്മ? അത് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. തൊടുവിലാല സാധനങ്ങളൊന്നും ഗുരുക്കന്മാർക്ക് ഇഷ്ടമേ അല്ല. അതിന്റെ ഇടയിലാണ് പാമ്പ്. ടീക്കേ, 3.5 വളയത്തിന്റെ ഒരു പാമ്പ്. എന്തൊക്കെ കണ്ടു ഗണേശ്വര. നമ്മൾ കയറിൽ സർപ്പം കാണുമ്പോൾ പോലും സർപ്പമില്ല, കാണുന്നതിന് മുന്നേയില്ല പിന്നെയില്ല. തത്വമസ്യാദിവാക്യോക്ത ബ്രഹ്മ തത്വമസ്യാദിവാക്യോക്ത സമ്മഗ്ധി ജന്മ മാത്രതഃ. തത്വമസ്യാദി വാക്യത്തിൽ നിന്ന് ഉദ്ധ എന്ന് പറഞ്ഞാൽ ജനിച്ചിരിക്കുന്ന, സമ്യഗ്ധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം കൊണ്ട് മാത്രം.
അവിദ്യ സഹ കാര്യേണ, അവിദ്യ അതിന്റെ കാര്യമായിരിക്കുന്ന ജഗത്തിനോട് കൂടെ, ന ആസീത് ഒരിക്കലും ഇല്ലായിരുന്നു, ന അസ്തി ഇപ്പോഴും ഇല്ല, ന ഭവിഷ്യത്തി ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല. അന്നപ്പോൾ അവിദ്യയോട് കൂടിയിരിക്കുന്ന ജഗത്ത് എവിടെയിരുന്നു? എവിടെ ഇരുന്നിട്ടില്ല. ഇല്ലാത്തൊരു ജഗത്തിന്റെ കാരണക്കാരനാണ് ഈശ്വരൻ. മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ജഗത്ത് ഉണ്ടായിട്ടേ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ജഗത്തിന്റെ കാരണമായിരിക്കുന്ന പരമാത്മാ അവിദ്യ കൂടെ നിന്നപ്പോൾ ആ പരമാത്മാവ് ജഗത്തിന്റെ കാരണമായി ഭവിച്ചു. ഏന പരമാത്മന പരേണ വിശ്വം, ഈ ജഗത്ത് മൊത്തം വ്യാപ്തം, എങ്ങനെ അശേഷത വ്യാപിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. കാരണം കാര്യത്തിൽ അനുസ്യൂതമായിട്ടിരിക്കും. കാരണം കാരണത്തെ മാത്രമാണ് നമ്മൾ കാര്യരൂപത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഈ ജഗത്തിന്റെ രൂപത്തിൽ കാണുന്നത് ആരെയാ? പരമാത്മാവിനെയാണ്. പക്ഷെ ഇവിടെയും നമ്മളോട് പണ്ടൊക്കെ ആൾക്കാർ വിളിച്ചു ചോദിക്കാറുണ്ട്. ചില ആൾക്കാർ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മരൂപേണ ജഗത്ത് സത്യമാണെന്ന്. അതിന്റെ അർത്ഥം എന്താ? ഉദാഹരിച്ചു കഴിഞ്ഞാല് കയറിന്റെ രൂപത്തിൽ സർപ്പം സത്യമാണെന്ന് പറഞ്ഞാൽ തലയാട്ടുവോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതവിടെ അങ്ങനെ ശബ്ദം കൊണ്ട് കളിച്ചിട്ട് കാര്യമില്ല. കയറിന്റെ രൂപത്തിൽ സർപ്പം സത്യം എന്ന് പറഞ്ഞാൽ കയറേ ഉള്ളൂ, സർപ്പമില്ല എന്നാണ്. അതിനെങ്ങനെയാണെന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം കയറിനിൽ ഭ്രമിച്ചു സർപ്പം എന്ന് പറഞ്ഞു. എന്നപ്പോൾ ആ കയറാണത്, സർപ്പമല്ല എന്ന് തിരിച്ചറിവുള്ള ആൾ നിങ്ങളോട് പറയാണ് ന്യായം സർപ്പഹ രജുരിയം, ഇത് കയറാകുന്നു, സർപ്പമല്ല. അതോടുകൂടി നിങ്ങളുടെ കയറിലെ സർപ്പഭ്രമം നഷ്ടപ്പെട്ട് കിട്ടി. ഇതാണ് പ്രക്രിയ. ഇതിന് സമാനമായിട്ടാണ് ജഗത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വാസ്തവമാണെന്നുള്ളത്. അവനോടാണ് പറയുന്നത് നേഹനാനാസ്തി കിഞ്ചന തത്വമസി. രണ്ട് കൂടി ചേർത്ത് രണ്ട് സ്ഥലത്താണ്. ഞാൻ അത് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇഹ എന്ന് പറഞ്ഞ ഇവിടെ ഈ ബ്രഹ്മത്തിൽ അസ്മിൻ ബ്രഹ്മണി നാനാനാസ്തി. നാന എന്നുള്ളത് മൊത്തം ജഗത്ത് എന്ന് പറഞ്ഞാല് മൂർത്താമൂർത്തങ്ങളായിരിക്കുന്ന ഈ ജഗത്ത്. മൂർത്തം എന്ന് ഉദ്ദേശിച്ചത് പൃഥ്വി തേജ്, പൃഥ്വി ജലം തേജ്. അമൂർത്തം ഉദ്ദേശിച്ചത് വായു ആകാശം. അത് സ്ഥൂല സൂക്ഷ്മഭാവത്തിൽ എടുത്തോ. ഇതെല്ലാം തന്നെ ബ്രഹ്മത്തിൽ കൽപ്പിതമായതിനാൽ കൽപ്പിത വസ്തുക്കൾക്ക് അധിഷ്ഠാനത്തിൽ നിന്ന് സത്ത വേറെ ഇല്ലാത്തത് കൊണ്ട് അധിഷ്ഠാന സത്ത മാത്രമേ ഉള്ളൂ, എന്നൊരു ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പ്രതിപാദിക്കുന്നത്. അന്നപ്പോൾ കാര്യകാരണ ഭാവത്തിലെടുത്താലും വേണ്ടിയില്ല. ഇന്നലെ പറഞ്ഞോട് ഞാൻ ഷോർട്ട് ചെയ്യാണ്. അധിഷ്ഠാന അധ്യസ്ഥ ഭാവത്തിൽ എടുത്താലും വേണ്ടിയില്ല. സകല ജഗത്തും ആരാലാണോ വ്യാപിച്ചിരിക്കുന്നത് അവൻ ആരാ? സോ അഹം, അവൻ ഞാനാകുന്നു. അല്ല നിങ്ങൾ ആരാ? ദേഹദ്വയി, എനിക്ക് 2 ദേഹമേ ഉള്ളൂ. ഇതെന്തിനാ എങ്ങനെ പറഞ്ഞതെന്നോ? നിങ്ങൾ ടിപ്പണിയിൽ 3 കണ്ണ്, 3-ാം നമ്പർ ടിപ്പണി, നിങ്ങളെ ബുക്ക് ഏതാന്ന് അറിയത്തില്ല. പുതിയ ബുക്കിലാണെങ്കിൽ അത് താഴേന്ന് ടിപ്പണിയിലെ 1, 2, 3, 4, 5 5-ാമത്തെ പങ്ക്തി പിടിച്ചോ. പഴയ ബുക്കാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 9-ാമത്തെ പങ്ക്തിയിൽ വരും അല്ലേ? 3 ദേഹത്വയി അല്ല, അതുമല്ല. അത് എവിടെയാ പറ്റിയത്? ഫ്രണ്ട് ആണല്ലോ അല്ലെ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ പഴയ ബുക്കാ ഉള്ളത്. അല്ല, അത് 2-ാമത്തെ ടിപ്പണിയില്ല. നിങ്ങൾക്ക് 2-ാമത്തെ ടിപ്പണിയിൽ പഴയ ബുക്കിലാണ് നിങ്ങൾ എവിടെ നിൽക്കുന്നത്. സോഫ്റ്റ് കോപ്പി കിട്ടിയത് പഴയ ബുക്കിൻ്റെതാണ്. അത് പൊക്കത്തുനിന്ന് 6-ാമത്തെ പങ്ക്തി പിടിച്ചാൽ മതി. ദേഹദ്വൈതി. അപ്പൊ അവിടെ പറയുന്നുണ്ട് നിരാവരണസ്യവ അത്ര വിവരണ അധികാര ഇതി ധ്വനയിതും ദ്വൈത്യുക്തം അന്യഥാത്രീതി സ്യാദിതി ധേയം. ഈ ഒരു കാര്യം മനസ്സിലായിക്കൊള്ളണം. നിരാവരണസ്യ നിർഗത ആവരണോ യസ്യ സ നിരാവരണ തസ്യ നിരാവരണസ്യ. ആവരണമായിരിക്കുന്ന അവിദ്യ ആർക്കാണോ നിർഗതമായിരിക്കുന്നത്, ആരിൽ നിന്നാണോ വിട്ടുപോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരാണോ ജ്ഞാനി. ആവരണം എന്താണ്? അവിദ്യ. അവിദ്യ 2 രൂപത്തിലാണ് വ്യവഹരിക്കുന്നത്. ആവരണ രൂപത്തിലും വിക്ഷേപ രൂപത്തിലും വ്യവഹരിക്കും. ആദ്യം ആ ചേതനനെ അങ്ങോട്ട് ആവരണം നടത്തും, എന്നിട്ട് ഇല്ലാത്ത ഈ ജഗത്തിനെ കാണിച്ചും കൊടുക്കും. അപ്പൊ ആവരണ രൂപത്തിലും വിക്ഷേപ രൂപത്തിലും വ്യവഹരിക്കുന്ന ഈ അവിദ്യ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി എത്രയേ ഉള്ളൂ അവന്റെ ശരീരം? ഈ സ്ഥൂല ശരീരവും പിന്നെ സൂക്ഷ്മ ശരീരവും. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ശാസ്ത്രത്തിന്റെ ആഖ്യാനം ചെയ്യാൻ അധികാരി ആരാ? ജ്ഞാനി മാത്രമാണ്. ഇതാണ് ഈ പറഞ്ഞത് നിരാവരണസ്യവ ജ്ഞാനിനഹ. ആവരണമായിരിക്കുന്ന അവിദ്യയില്ലാത്ത ജ്ഞാനിക്ക് മാത്രമാണ് വിവരണ അധികാര. വിവരണം എന്ന് പറഞ്ഞ വ്യാഖ്യാനം.
ശാസ്ത്ര വ്യാഖ്യാനത്തിൽ അധികാരം അവന് മാത്രമേ ഉള്ളൂ. ഇത് ധ്വനയിതും എന്നുള്ളത് ധ്വനിപ്പിക്കാൻ വേണ്ടിയാണ് ദ്വൈത്യുക്തം ദേഹദ്വൈ എന്ന് പറയാൻ കാരണത. അല്ലെങ്കിൽ എന്ത് പറയേണ്ടിയിരുന്നു? ത്രൈതി സ്യാദ്, അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞേനെ. അല്ല, കാരണശരീരമായിരിക്കുന്ന അവിദ്യ നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഇവിടെ ഇപ്പോൾ ദേഹദ്വൈ എന്ന് വന്നത്? കാരണം നഷ്ടപ്പെട്ടിട്ട് കാര്യത്തിന് നിലനിൽക്കാൻ പറ്റുമോ? ഒരു ഘട്ടത്തിലെ മൃത്തിനെ എടുത്തു മാറ്റിയാൽ ഘടം അവിടെ നിൽക്കുവോ? ഇല്ല. പക്ഷെ ഇവിടെ ടീക്കയിൽ ബ്രാക്കറ്റിലാണ് ഉള്ളത്, ഇവിടെ സ്പഷ്ടതയില്ല. നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കുന്ന അവരുടെ ടെർമിനോളജി നൈയായികൻ്റെതാണ്. നൈയായികൻ പറയുന്നത് അനവധി നൂലുകൾ, ടീക്ക്, അതായത് ഊടും പാവും എന്ന് പറയും. ടീക്ക്. അപ്പോൾ അതായത് നൂലുകൾ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും എടുത്താൽ എന്തായി? തുണിയായി. പടമായി മാറി. ഇവിടെ ഓതപ്രോതം, യെസ്, ഓതപ്രോത ഭാവത്തിലാണ്. ഈ ഓതപ്രോതത്തിന് ഇംഗ്ലീഷിൽ നമ്മൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നുള്ളതിന് വെർട്ടിക്കലിന് ഹൊറിസോണ്ടൽ എന്ന്, ഹൊറിസോണ്ടലിന് വെർട്ടിക്കൽ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഊടും പാവും എന്നുള്ളതിനെ വെലങ്ങനെ, നമ്മൾ വെലങ്ങനെ എന്ന് പറയത്തില്ലേ? വെലങ്ങനെയും തെലങ്ങനെ എന്ന് പറയും അല്ലേ? ഇത് തലതിരിച്ചിടാറുണ്ടോ? ഇല്ലല്ലോ. വിലങ്ങ് തടിയായി വിലങ്ങനെ ഇരിക്കുകയാണ്, ബ്ലോക്കായിട്ട്. ടീക്ക്. അപ്പൊ ആ ഹൊറിസോണ്ടലിനെ നമുക്ക് സംസ്കൃതത്തിൽ വന്നാല് അതിന് എന്താ നമ്മൾ ശബ്ദപ്രയോഗം നടത്തിയേ? അത് മലയാളം. ഓതം. ഓതപ്രോത സ്ഥലത്ത് ഓതത്തെ പ്രോതം എന്നും പറയാം, പ്രോതത്തെ ഓതം എന്നും പറയാം. ഓതപ്രോത ഭാവം എന്ന് പറയും, ഊടും പാവുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തലതിരിച്ചിടാം. ഇങ്ങനെ നൂലുകൾ നിന്ന് കഴിഞ്ഞാൽ എന്തായി? തുണിയായി. അപ്പോൾ അനേക നൂലുകളിൽ ഒരു തുണി സമവായ സംബന്ധത്തിൽ ഉത്പന്നമാകും എന്നുള്ളതാണ് നൈയായിക സിദ്ധാന്തം. നൂലുകളുടെ പരസ്പര സംയോഗം നടന്നു കഴിഞ്ഞാൽ ഒരു തുണി അവിടെ സമവായ സംബന്ധത്തിൽ ഉത്പന്നമാകും. അന്നപ്പോൾ ആ സംയോഗത്തെ, നൂലുകളുടെ പരസ്പര സംയോഗത്തെ അസമവായി കാരണമെന്നും നൂലുകളെ സമവായി കാരണമെന്നാണ് നൈയായികൻ പറയുക. ഇവിടെ നൂലിൽ നിന്ന് ജനിച്ചിരിക്കുന്ന തുണിക്ക് പല വിധത്തിലുള്ള നാശം വരാം. അതായത് ഒന്നിച്ച് നമ്മൾ തീയിലിട്ട് കഴിഞ്ഞാൽ തുണിയും നൂലും ഒരേപോലെ കത്തിപ്പോകും. അല്ലെങ്കിൽ നമ്മൾ ചെറുങ്ങനെ കത്തിച്ചെടുത്ത് വന്നാല് നൂല് നഷ്ടപ്പെട്ട് തുണി നഷ്ടപ്പെടാം. അല്ലെങ്കിൽ ഓരോ നൂലിനെ മാറ്റി വെച്ച് കഴിഞ്ഞാല് നൂലവിടെ നിൽക്കും, തുണി നഷ്ടപ്പെടും. അതിന് കാരണം എന്താ? നൂലുകൾ തമ്മിലുള്ള പരസ്പര സംയോഗം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്. ടീക്കേ. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കോ, നൂലിൽ നിന്നല്ലേ തുണി ജനിച്ചത്? ഇവിടെ നൂലിന്റെ നാശം കൊണ്ട് തുണി നാശം സംഭവിക്കാം. ഓരോരോ നൂലെടുത്ത് നശിപ്പിച്ച് അവസാനം തുണി നഷ്ടപ്പെടൂലേ? ഇവിടെ നൂലിന്റെ നാശത്തിൽ നിന്ന് ജനിക്കുന്ന തുണിനാശ സ്ഥലത്ത് ആദ്യം ആരാ ഉണ്ടാവുന്നത്? തുണിയുടെ നാശമാണോ നൂലിന്റെ നാശമാണോ? നൂലിന്റെ നാശം. ആ നൂലിന്റെ നാശം ക്ഷണത്തിൽ തുണി നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടു. അതെങ്ങനെ? നോക്ക്, ശ്രദ്ധിച്ചിരിക്കും. കാര്യകാരണഭാവം പറയാൻ പോവാണ്. നൂലിൽ നിന്ന് തുണി ഉണ്ടായപ്പോൾ കാരണമാരാ? നൂലിൽ നിന്ന് തുണി ഉണ്ടായപ്പോൾ കാരണം നൂല്, കാര്യം തുണി. ഇനി നൂലിന്റെ നാശം കൊണ്ട് തുണിയുടെ നാശം ഉണ്ടാകുമ്പോൾ കാര്യം ഏതാ? തുണിയുടെ നാശം. ശ്രദ്ധിച്ചിരുന്നു. കാരണം ഏതാ? നൂലിന്റെ നാശം. നാശങ്ങൾ പരസ്പരം കാര്യകാരണ ഭാവത്തിലിരിക്കുകയാണ്. അന്നപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ കാര്യനിയത പൂർവവൃത്തിയാണ് കാരണം. കാര്യം ഉത്പന്നമാവുന്നതിന് മുന്നേ ആരാണ് ഇരിക്കുന്നത്, അതാണ് കാരണം. അന്നപ്പോൾ കാരണം ഉത്പന്നമാവുന്ന അതേ സമയത്ത് കാര്യം ഉത്പന്നമാവുമോ? ഇല്ല. എന്തുകൊണ്ടാ? അത് പൂർവവൃത്തിയായിരിക്കണം, മുമ്പിരിക്കണം. അന്നപ്പോൾ നൂല് നഷ്ടപ്പെട്ട് തുണി നഷ്ടപ്പെടുന്ന സ്ഥലത്ത് കാരണമാണ് ആര്? നൂലിന്റെ നാശം. അപ്പം ആ കാരണം ഉണ്ടാവുന്ന ആ ക്ഷണത്തിൽ കാര്യം ഉണ്ടാവുമോ? ഇല്ല. അന്നപ്പോൾ നൂലിന്റെ നാശത്തിൽ നിന്ന് തുണിയുടെ നാശം വരുമ്പോൾ ആ നൂലിന്റെ നാശ ക്ഷണത്തിൽ
തുണി നഷ്ടപ്പെട്ടിട്ടില്ല എന്നിരിക്കെ ആ തുണി എവിടെ ഇരിക്കും? നൂലിലിരിക്കാൻ പറ്റില്ല, കാരണം നൂല് അവിടെ ഇല്ല. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം നൈയായികൻ മാനിക്കുന്നുണ്ട്. ആ ക്ഷണത്തില് നൂലില്ലാതെ തുണിക്ക് നിൽക്കാം. ഇതിനെ പറയുന്ന സമയമാണ് വിനശ്യതവസ്ഥ. വിനശ്യതി അവസ്ഥ യസ്യ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത അവസ്ഥയിൽ അത് വിനാശം നേരിടും. ഇപ്പോൾ അത് ഉപാദാന കാരണമില്ലാതെ ഇരിക്കും. അപ്പോൾ ഉപാദാന കാരണമില്ലാതെ കാര്യത്തിന് ഇരിക്കാൻ പറ്റുമെന്ന് കാണിച്ചില്ലേ? ഇതേപോലെ അവിദ്യ എന്നുള്ള മായ സ്വരൂപ കാരണശരീരം ഇല്ലെങ്കിലും ജ്ഞാനിയുടെ 2 ദേഹങ്ങളും നിലനിൽക്കും. വാസ്തവത്തിൽ ഒരു ദേഹവും ജ്ഞാനിക്കില്ല, അത് വേറെ വിഷയം, അത് അടുത്ത സ്റ്റെപ്പിൽ. അപ്പൊ ഇനി അടുത്ത് നോക്കിയോ, ദേഹദ്വയ്യാണ്, 2 ദേഹമേ ഉള്ളൂ. നീ ആരാണ് മോനെ? സാക്ഷി. സാക്ഷി എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ എന്ത് വേണ്ടിയിരുന്നു? അവിദ്യ വേണ്ടിയിരുന്നു. അപ്പോൾ ഇത് എഴുതിയ ആൾക്ക് അറിയത്തില്ല അവിദ്യ ഇല്ലെങ്കിൽ സാക്ഷി എന്ന് പറയാൻ പറ്റില്ല. അതറിയാം. പക്ഷെ എന്തിനാ? അവിദ്യയുമില്ല, വാസ്തവത്തിൽ ദേഹവുമില്ല. മനസ്സിലായോ? എന്നിട്ടും ഇവിടെ വ്യവഹരിക്കുന്നുണ്ട്. അതുകൊണ്ട് സാക്ഷിയായിരിക്കുന്ന ചേതനൻ വെറും 2 ശരീരത്തിലൂടെ വ്യവഹരിക്കുന്നു, കാരണമില്ലാതെയും. അല്ല, അവൻ അവിദ്യ ഉണ്ടെങ്കിൽ പിന്നെ 2 ശരീരവും വേണ്ടേ? സോറി, അതായത് 2 ശരീരം ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള സംബന്ധം അവൻ ഉണ്ടാവേണ്ടേ? നിങ്ങൾ പോട്ട്, അവിദ്യ ഇല്ലെന്നിരിക്കട്ടെ, 2 ശരീരം ഇരുന്നാൽ തന്നെ ജ്ഞാനിക്ക് തത്സര സംബന്ധം വേണ്ടേ? അന്നേരം പറയാണ് വർജിതോ ദേഹതത്ഗുണൈഹി, ദേഹവുമായിട്ടോ അതിന്റെ ഗുണവുമായിട്ടോ ഒരു സംബന്ധവുമില്ല. അപ്പൊ എന്ത് പറ്റി? ദേഹദ്വയി എന്ന് പറഞ്ഞ ആളെയാണ് ഇത് പറയുന്നത്. ദേഹവുമായിട്ട്, ദേഹസംബന്ധിയായിരിക്കുന്ന ഗുണവുമായിട്ടോ അവനൊരു സംബന്ധവും ഇല്ലായിരുന്നു. വാസ്തവത്തിൽ അവന് അവിദ്യയായിട്ട് സംബന്ധമില്ല, ദേഹവുമായിട്ട് സംബന്ധമില്ല. എന്നിരുന്നാലും ജാഗ്രത സ്വപ്നകാലങ്ങളിലൂടെ 2 ദേഹത്തിന് നിലനിന്ന് വ്യവഹരിക്കും. സുഷുപ്തിയില് പോകുമ്പോൾ ആര്? ജ്ഞാനിക്ക് സുഷുപ്തിയുടെ ജാഗ്രത ഉണ്ട്, സ്വപ്നമുണ്ട്. അനുവൃത്തമായിരിക്കുന്ന വ്യവഹാരം സുഷുപ്തിയിലും നേരിടുന്നുണ്ട് അങ്ങനെ. മനസ്സിലായോ? അവിടെ നമ്മൾ ലേശാവിദ്യ മാനിച്ചിട്ടൊക്കെ വ്യവഹാരം നടത്താം. ലേശാവിദ്യ മാനിച്ചിട്ടില്ലെങ്കിലും പ്രാരബ്ധാനുസാരം നടത്താം. അല്ലെങ്കിൽ 3-ാം പക്ഷമാണ് കണ്ടവന്റെ ദോഷം. ഇതിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ഇനിയും പറയും. ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ മംഗളശ്ലോകം തീർന്നേ. സ്വാമി, സ്ഥൂലം ഉണ്ടെങ്കിലല്ലേ സ്വപ്നം എന്ന ഇതിലേക്ക് വരികയുള്ളൂ? സ്ഥൂലം ആർക്കുണ്ടെങ്കിൽ? അജ്ഞാനിക്കുണ്ടെങ്കിലാണോ ജ്ഞാനിക്കുണ്ടെങ്കിലാണോ? ജ്ഞാനിക്ക്. അപ്പോ അജ്ഞാനിക്ക് ജ്ഞാനിക്ക് സ്വപ്നം ഉണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ? സ്ഥൂലം എന്ന് പറയുന്ന സ്ഥൂലം അല്ല, ഇത് പറ, അജ്ഞാനിക്ക് സ്വപ്നം ഉണ്ടാവാൻ സ്ഥൂലദേഹം കാരണമാണോ? അല്ല. അത് തൊന്തര കുറെ സാധനമുണ്ട്. നിങ്ങളെ ചോദ്യം ശരിയാണ്. വേദാന്തത്തിന് പ്രശ്നം എന്താ പറയുക? ചോദ്യത്തിന്റെ അതേ റേറ്റിലായിരിക്കത്തില്ല ഉത്തരം കിട്ടുക. ഉത്തരം വേറൊരു ഇതിലായിരിക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് അരോചകമാവും. എന്തൊന്നാണ് പറയുന്നത്? കുറച്ചൊക്കെ നില കാണിച്ചുകൂടെ? പണ്ട് ഞാൻ ന്യായം പഠിപ്പിക്കുന്ന സമയത്ത്, തുടക്കം 2006-2007 സമയത്ത് നമ്മുടെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, നാരായണ ചൈതന്യ. പറയും, അല്ല മാഷെ, മലയാളത്തിലല്ലേ പഠിപ്പിക്കുന്നത്, ഇതെന്തിനാ ഉരുട്ടി കളിക്കുന്നത്? നിങ്ങളൊന്ന് മര്യാദയ്ക്ക് പറഞ്ഞാ. പക്ഷെ അതൊക്കെ അതിന്റെ ഒരു ലേബലുണ്ട്, അതിലേ പഠിപ്പിക്കത്തുള്ളൂ. കാരണം ബുദ്ധിയുടെ വ്യായാമം അത്രയും ചെയ്യിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഹയർ ടെക്സ്റ്റ് ഒന്നും മനസ്സിലാവില്ല. നൈയായികന്റെ കയ്യിലാണ് വേദാന്തം മൊത്തം ഉള്ളത്. ന്യായം അറിയാത്ത ആൾക്കാർക്ക് വേദാന്തം കച്ചയാണ്. മര്യാദയ്ക്ക് അത് മനസ്സിലാവത്തേ ഇല്ല. അവർ തുമ്പച്ച ഹോവക്കാന്ന് പറ്റാന്നല്ലാതെ നെക്സ്റ്റ് ലെവലിൽ സംസാരിക്കണമെങ്കിൽ നന്നായിട്ട് ന്യായം അറിയണം. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അതായത് ജാഗ്രത അഭിമാനി ജീവന്റെ പേരെന്താ? വിശ്വൻ. സ്വപ്നാഭിമാനി ജീവൻ അവിടെ നിൽക്ക്. വേറെ ആരും പറയട്ടെ? വേറെ ആൾക്കാരുണ്ട്, ആരെങ്കിലൊക്കെ പറ. പ്രാജ്ഞനല്ലേ? അല്ല, തൈജസൻ ഉണ്ട്. ठीक है, തൈജസന്റെ സമഷ്ടി എന്താ? വർക്കൗട്ട് നടത്തിക്കും. തൈജസന്റെ സമഷ്ടി കിരണഗർഭൻ. വിശ്വന്റെ സമഷ്ടി ആരായിരിക്കും അപ്പോ? അതായത് നിങ്ങളെ തത്വബോധത്തിൽ പോലും പ്രശ്നമാണ്. അത് നിങ്ങൾക്കല്ല എല്ലാവർക്കും പ്രശ്നം. ഒരു ഏരിയ കടന്നു പോകുന്നവരെ എല്ലാം കൂടെ നിൽക്കണം. എന്നോട് ഏതെങ്കിലും ഒരു ചോദിച്ചാൽ എനിക്കും പറയാൻ പറ്റൊന്നുമില്ല, അത് വേറെ വിഷയം. നമ്മളെ വളരെ കീഴായിട്ട് പഠിച്ചെടുത്തുകൊണ്ടിരിക്കും. അന്നപ്പോൾ ഈ വിശ്വൻ അവന്റെ സ്വരൂപം മാറ്റി തൈജസനായപ്പോൾ അവന് സ്ഥൂല ശരീരം ഉണ്ടോ? ഇല്ല. പിന്നെ എവിടെ നിന്നാണ് സ്വപ്നം സ്ഥൂല ശരീരത്തിലെ കാണുന്നുള്ള ആപത്തി നിങ്ങൾ എങ്ങനെ പറഞ്ഞു? എങ്ങനെ ധൈര്യം വന്നു?
അതായത് ഒന്നുമില്ല, സ്ഥൂല ശരീരം കിട്ടുമ്പോഴാണ് ആ ജീവൻ വ്യവഹരിക്കുന്നത്. ഓക്കെ, എല്ലാ ജീവവ്യവഹാരത്തിനും സ്ഥൂല ശരീരം ആവശ്യമാണ്. അതിപ്പോൾ ദേവതയാണെങ്കിലും മനുഷ്യനാണെങ്കിലും പട്ടിപൂച്ച ആരാണെങ്കിലും സ്ഥൂല ശരീരം വേണം. അവിടെ തന്നെയാണ് വ്യവഹാര ഭേദമുള്ളത്. ജാഗ്രത് കാലത്ത് വിശ്വനായിക്കൊണ്ട് സ്ഥൂല വ്യവഹാരം നടത്തുന്നു. ആ സ്ഥൂലമായിരിക്കുന്ന വ്യവഹാരത്തിൽ ജനിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് സൂക്ഷ്മ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്വപ്നം. ആ സമയത്ത് അവൻ അഭിമാനിക്കുന്നത് എവിടെയാ? മനസ്സിൽ. സൂക്ഷ്മ ശരീര അഭിമാനി ആത്മാ, സൂക്ഷ്മ ശരീര അഭിമാനി ആത്മാ തൈജസത്യുച്ചതേ. പക്ഷേ സൂക്ഷ്മ ശരീരത്തിൽ മൊത്തത്തിൽ അഭിമാനമൊന്നുമില്ല. സൂക്ഷ്മ ശരീരത്തിന്റെ അംഗമായിരിക്കുന്ന കണ്ണ്, മൂക്ക്, ഇതൊക്കെ മൂക്കൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, കണ്ണൊക്കെ പിറകോട്ട് മാറി, ഇന്ദ്രിയങ്ങളൊക്കെ മാറി. മൊത്തത്തില് അതിന്റെ 17 കലകളിൽ കൂടിയല്ല നിൽക്കുന്നത്. പക്ഷേ എന്തുണ്ട്? മനസ്സായിരിക്കുന്ന ഒരു കല നിൽക്കുന്നതുകൊണ്ട് അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വാസ്തവത്തിൽ ഇവൻ സാക്ഷിയാണ്. സ്വപ്നത്തിന്റെ ദ്രഷ്ടാവ് പ്രമാതാവല്ല, സാക്ഷിയാണ്. അതേ സാക്ഷി തന്നെയാണ് സ്വപ്നം കാണുന്നത്. പക്ഷേ അതേ സാക്ഷി തന്നെയാണ് സുഷുപ്തിയിലേക്ക് പോകുന്നത്. അതേ സ്വപ്നം കണ്ട് അതേ സാക്ഷി ആ സുഷുപ്തിയിലേക്ക് പോയിട്ട് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ നമ്മൾ സുഖം എടുക്കാറുള്ളൂ. യോഗസൂത്രത്തില് ദുഃഖമഹോപ്സാപ്സം 3 വരും. ഓക്കെ, മൂഢമഹോപ്സാപ്സം ക്ലാന്തം മേ മനഃ എന്ന് തമസിനെയും കൊണ്ടുവരും. 3 അവിടെ ഉണ്ട്. വേദാന്തിക്ക് ഇത് മതി. കാരണം വേദാന്തിയുടെ സിസ്റ്റം സമന്വയിപ്പിക്കാൻ ഇത് ആവശ്യമുള്ളൂ. കാരണം സുഷുപ്തിയില് അവിദ്യാവൃത്തി, ആനന്ദവൃത്തി, സാക്ഷിവൃത്തി ഇതേ മാനിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ വലിയ പ്രശ്നം പരിവട്ടം നേരിടും. കാരണം എല്ലാ പരിശ്രീണം കൊണ്ട് അവൻ തിരിച്ചു പോയിട്ട് സ്വരൂപത്തിലിരിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി. ആ സമയത്ത് സ്വരൂപാനന്ദം നല്ലത്, അത് വൃദ്ധ്യാത്മകമായിരിക്കുന്ന ആനന്ദമാണ്. സ്വരൂപാനന്ദത്തിന്റെ വിക്ഷേപമില്ലാത്തത് കൊണ്ട് ആവരണം മാത്രം ഇരിക്കുന്നതിനാൽ തിളങ്ങിയിരിക്കുന്ന ആ സ്വരൂപാനന്ദമാണ് ഏത്? സുഷുപ്തിയിൽ അനുഭവിക്കുന്നത്. അല്ലാതെ ബ്രഹ്മാകാരമൊന്നല്ല. പക്ഷെ ചിലർക്ക് ബ്രഹ്മാകാരമാണ്. അവിദ്യ ആർക്കാണോ ഇല്ലാത്തത് അവർക്ക് ബ്രഹ്മാകാരമായി പോകും. അങ്ങനെയായിരുന്നെങ്കിൽ തിരിച്ചു വരത്തുണ്ടാവത്തില്ലായിരുന്നു, അവിടെ ഇരുന്നേനെ. ബീജഭാവം എന്ന് പറയും. അത് മത കോൺട്രഡിക്ഷൻ ഒക്കെ അവിടെ നിൽക്കട്ടെ. അന്നപ്പോൾ ഈ മനസ്സ് അവിദ്യയിലേക്ക് ഇറങ്ങിപ്പോയാല് പിന്നെ മനസ്സ് വിഷയാകാരത്തിലേക്ക് വരുന്നില്ല. ആ സമയത്ത് ആനന്ദാകാര വൃത്തിയും ഭുജിച്ചും കൊണ്ട് സാക്ഷി ഇരിക്കുന്നത് കൊണ്ട് സുഷുപ്തിയുടെ പ്രകാശകനായിട്ട്, പ്രകാശകൻ എന്ന് പറയുന്ന അർത്ഥം ഈ കുറെ പദങ്ങളിൽ നിങ്ങൾക്ക് ആദ്യകാലത്ത് പിടികിട്ടൂല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നലെ മറ്റാരോ പറയുന്നുണ്ട്, നീ ഇതൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് തുടക്കത്തുകാർക്ക് എന്നോട് പിടികിട്ടുക. അതെല്ലാവരും കയറി വരുന്ന, ഞങ്ങൾക്കും പിടികിട്ടിയില്ലല്ലോ. നമ്മൾ വലിയൊരു ടൈം എടുത്തിട്ട് ചോദിച്ചു വെച്ച് മനസ്സിലാക്കുക അതെന്താ. നിങ്ങൾക്ക് ചോദ്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചോദ്യം ചോദിക്കാം. പിടികിട്ടാത്ത വേർഡ് മീനിങ് ചോദിച്ചാല് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എന്താ അതിന്റെ അർത്ഥം എന്നുള്ളത്. പക്ഷെ കുറച്ച് നേരത്തെ ചോദിക്കുക. കാരണം നമ്മളും തിരക്കിലാണെങ്കിൽ ഓടിപ്പിടിച്ച് വരുമ്പോഴേക്കും സമയം അങ്ങ് പോകും. കുറച്ച് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അത് എപ്പോഴെങ്കിലൊക്കെ ഉത്തരം കൊടുക്കാൻ പറ്റും. അന്നപ്പോ എന്ത് പറ്റുന്നുണ്ട്? ജ്ഞാനിക്കും പ്രാരബ്ധം തീരുന്ന കാലത്തോളം വ്യവഹാരം നടക്കുന്നു എന്നുള്ളതിനാൽ ആ പ്രാരബ്ധത്തിൽ ജാഗ്രതയിലെയും സ്വപ്നത്തിലെയും സുഷുപ്തിയിലെയും പ്രാരബ്ധം അനുഭവം വരുന്നത് കൊണ്ട് ജ്ഞാനിക്ക് ഈ സ്വപ്നം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഞാനിനി സ്വപ്നം അനുഭവിക്കത്തില്ല, മോശമല്ലേ, നാട്ടുകാരെന്ത് പറയും, ഒരു ജ്ഞാനിയുടെ അടുത്താണോ ഓടോ കളിയെന്നൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. ഇത് അജ്ഞാനിയുടെ അതിന് അഭിമാനം മാത്രമാണ്. ജ്ഞാനിക്ക് ഇതിൽ ഒരു വ്യവഹാരമില്ല. ജ്ഞാനി എടുത്ത് പഞ്ഞിക്കിട്ട് അങ്ങനെ നിലവിളിക്കൊന്നുമില്ല. ഈ എന്നെ പറ്റി അങ്ങനെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ, ഗുരുവിന്റെ അടുത്താണോ ഓടാ ജാതി കളി എന്നൊന്നും ചോദിക്കത്തില്ല. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം പുനഃ പുനഃ ഈശ്വരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി.